കേരളത്തിലെ 5 ജില്ലകൾ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലെയും വലിയൊരു വിഭാഗം ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന സുപ്രധാനമായൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. റാംസർ സൈറ്റിന്റെ പരിധിയിൽപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ ആസൻ തണ്ണീർത്തട സംരക്ഷണ മേഖലയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഖനന പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനം രാജ്യത്തുടനീളം ബാധകമായിരിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പുറപ്പെടുവിച്ച കോടതി നിർദ്ദേശം തങ്ങൾക്ക് ബാധകമല്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ഹിമാചൽ പ്രദേശ് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് പുതിയ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ദേശീയ വന്യജീവി ബോർഡ് അല്ലെങ്കിൽ കേന്ദ്രം വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം എന്നിവയ്ക്ക് കീഴിലുള്ള സ്ഥിരം സമിതികളിൽ നിന്ന് അനുമതി നേടാതെ തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഖനന പ്രവർത്തനവും നടത്തരുതെന്ന കർശന നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡിലെ തണ്ണീർത്തട സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇത്. എന്നാൽ അതിപ്പോൾ രാജ്യവ്യാപകമായിരിക്കുകയാണ്. ഒരു തണ്ണീർത്തട സംരക്ഷണ മേഖല എവിടെയാണെങ്കിലും നിർദ്ദേശങ്ങൾ ബാധകമാകും. തണ്ണീർത്തടങ്ങൾ മറ്റൊരു വിഭാഗത്തിലാണ്, പ്രത്യേക പരിഗണന അർഹിക്കുന്നതാണ് എന്നിങ്ങനെ നിരീക്ഷണങ്ങളും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി നടത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് റാംസർ സൈറ്റുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് 100-ലധികം പ്രദേശങ്ങളാണ് ഇതിലുള്ളത്. 13.80 ലക്ഷം ഹെക്ടർ സ്ഥലം ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ വേമ്പനാട് കോൾ മേഖല, അഷ്ടമുടി, ശാസ്താംകോട്ട എന്നിവയാണ് പട്ടികയിലുള്ളത്. ഈ മേഖല സംരക്ഷിത പ്രദേശമാണെന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. അതിനായുള്ള ഏത് നിർദ്ദേശങ്ങളും പരിസ്ഥിതി സംരക്ഷണം എന്ന ഒരൊറ്റ അജണ്ടയിൽ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഖനന പ്രവർത്തനങ്ങൾ പാടില്ലെന്ന വ്യവസ്ഥ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഭൂലഭ്യത കുറവും ജനസാന്ദ്രത കൂടിയിരിക്കുന്നതുമായ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ. വേമ്പനാട് കോൾ മേഖല, അഷ്ടമുടി, ശാസ്താംകോട്ട എന്നിവയ്ക്ക് ചുറ്റും ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം പാടില്ലെന്ന നിർദ്ദേശം അവരെ ബാധിക്കാനിടയില്ലെങ്കിലും പുതിയ വീടുകളും കെട്ടിടങ്ങളും പണിയുന്നതിന്റെ സാധ്യതകളെ സംശയത്തിലാക്കുന്നു. നിലവിലുള്ള നിയന്ത്രണങ്ങൾക്കൊപ്പം 10 കിലോമീറ്റർ എന്ന പരിധി നിശ്ചയിക്കുമ്പോൾ വെല്ലുവിളി രൂക്ഷമാവുകയാണ്. ഇപ്പോഴത്തെ വ്യവഹാരം അന്തിമമായി തീർപ്പാക്കപ്പെട്ടതല്ല. അതുകൊണ്ട് ഇതേ രീതി ചെറുകിട തണ്ണീർത്തടങ്ങളിലും ബാധകമായേക്കാമെന്ന ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളുടെയും നെൽവയലുകളുടെയും സംരക്ഷണം വളരെ നേരത്തെ കണ്ടറിയുകയും അതിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. റാംസർ സൈറ്റുകളുടെ സംരക്ഷണത്തിനായി ഇപ്പോൾ പരാമർശിതമായ സുപ്രീം കോടതി നിർദ്ദേശമുണ്ടായത് 2024 ഫെബ്രുവരിയിലാണ്. എന്നാൽ 2008 ഓഗസ്റ്റിൽ തന്നെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. 2006-2011 കാലയളവിൽ സംസ്ഥാനം ഭരിച്ച LDF സർക്കാരിലെ റവന്യൂ വകുപ്പിന് കീഴിലാണ് നിയമനിർമ്മാണം സാധ്യമാക്കിയത്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തുന്നതും തരം മാറ്റി നടത്തുന്നതും കുറ്റകരമാക്കിയ നിയമം രാജ്യത്ത് തന്നെ ആദ്യത്തേതായിരുന്നു. പിന്നീട് ഡാറ്റാ ബാങ്ക് അന്തിമമാക്കുക തുടങ്ങിയ പ്രക്രിയ വൈകിയെങ്കിലും ശക്തമായ നിയമനിർമ്മാണമായി രേഖപ്പെടുത്തപ്പെട്ടതായിരുന്നു അത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യമുള്ളതിനാലാണ് ഇത്തരം നിയമനിർമ്മാണങ്ങൾ സംസ്ഥാനത്തുണ്ടായത്. സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമായത്. അതിന്റെ ഭാഗമെന്ന നിലയിൽ സുപ്രീം കോടതി നിർദ്ദേശം സുപ്രധാനമാണ്. പക്ഷേ അത് ജനജീവിതത്തെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നിലയിൽ പരിശോധിച്ചാൽ റാംസർ സൈറ്റിൽ പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഖനന നിയന്ത്രണം എന്ന നിർദ്ദേശം വലിയ വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക്. അതുപോലെ തന്നെ ഖനനം എന്നതിൻ്റെ നിർവചനവും പ്രധാനപ്പെട്ടതാണ്. തണ്ണീർത്തട പരിസരങ്ങളിൽ കല്ലും പാറയും ഖനനം ചെയ്യുന്നതിനുള്ള സാധ്യത കുറവാണ്. അതേസമയം ചെറിയൊരു വീട് പണിയണമെങ്കിൽ പോലും മണ്ണ് നീക്കം ചെയ്യേണ്ടി വരും. അത് ഖനന പരിധിയിൽ വരുമോ എന്നത് സ്പഷ്ടീകരണം ഉണ്ടാക്കണം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൽ വ്യക്തത വരുത്തി സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണം. ആവശ്യമെങ്കിൽ ഹർജിയിൽ കക്ഷി ചേർന്ന് സംരക്ഷിത മേഖലയുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള മുൻകൈയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.